ഗൈസ്, വെൽക്കം ടു മാളവിക വ്ലോഗ്സ്. എന്താ അതിന്റെ പേര്? മാളവിക കൃഷ്ണദാസ് യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ്. ക്ലിങ് ക്ലിങ്. എന്ത് തോന്നുന്നു കല്യാണം? സൂപ്പർ. മറ്റേ നീലക്കുയിലൊക്കെ നീലക്കുയിൽ അങ്ങനെ ഇങ്ങനെ. എന്താ കല്യാണത്തിന്റെ ഓ കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് ഗൈസ്. ഇവളെ കരിക്കും വെള്ളം വന്നാ. ഇതാണ് ആക്ച്വലി നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമ്മളിവിടെ കടലെല്ലാം കണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഗുൽസൂന് കിച്ചടി പറഞ്ഞിട്ടുണ്ട്, ദാൽ കിച്ചടി. ഗുൽസൂന് കിച്ചടി കഴിക്കാം. എന്താമ്മ? 2 ദിവസം കഴിഞ്ഞിട്ട് വരില്ല. ഓക്കെ, ഞാനും ഗുൽസും പോവാം. ഓക്കെ, ബൈ ഗുൽസു, ബൈ. ദാൽ കിച്ചടി, ദാൽ കിച്ചടി, ദാൽ കിച്ചടി സൂപ്പർ. എല്ലായിടത്തും ആൾക്കാർ വന്നു പോണോണ്ടേ 5 മിനിറ്റൊക്കെ മാക്സിമം. അല്ലല്ല ടോയ് AI ഒട്ടകം, ശരിക്കുള്ള ഒട്ടകം. കോഴിക്കോടൊക്കെ ഉണ്ടല്ലോ പണ്ട് തൊട്ട്. ഞാൻ കുട്ടിയാകുമ്പോ കോഴിക്കോടൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റ് ഓക്കെ ആയിരിക്കും ഒട്ടകത്തിന്. അല്ല, ഇപ്പൊ ഓക്കെയാ. ദുബായ് ഇവിടെ വ്യത്യാസമൊന്നുമില്ല. അല്ല, ഇത്രയും അല്ല, ഒരു മെച്ചല്ലേ, ഇമ്പ്രൂവ്മെന്റ് ഇല്ലേ? തേജസ്സേന്റെ കാറ്റടിച്ചിട്ടാണ്. ഇല്ല, പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ ആ ഏരിയയില് നിക്കില്ല. പക്ഷെ ഇപ്പൊ ഇത്തിരി നിക്കല്ലേ. അല്ല, ആഹാ, തേജേട്ടൻ പറയണു തേജേട്ടന്റെ കൂടെ കൂടിയിട്ടത്. ഞാൻ എല്ലാരും ക്രെഡിറ്റ് എടുക്കാന്ന്. അപ്പൊ ഞാൻ ഫ്രഷായി ഗുൽസുനെ മേല് കഴിപ്പിച്ചു. ഗുൽസുനെ ഫ്രഷാക്കി. ഗുൽസുന് ഭയങ്കര ഹാപ്പി. എന്താ പറയാ, ആള് ലഞ്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ദാൽ കിച്ചടി, ഇളനീര് വെള്ളമൊക്കെ ഗുൽസു സുഖമായിട്ട് കഴിച്ചു, കുടിച്ചു. ഇനി നമുക്ക് റെഡി ആവാൻ ടൈമായി. അപ്പോൾ ശില്പേശ് ഓൾറെഡി റെഡി ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരേ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടാണ് റെഡി ആവുന്നത്. സോ നമുക്ക് റെഡി ആവാൻ. ആക്ച്വലി കോൺസെപ്റ്റ് നല്ലതാട്ടോ. വെറും വളരെ 10-50-60 പേര്, വളരെ പീസ്ഫുൾ കല്യാണം. വെരി നൈസ് കോൺസെപ്റ്റ്. പക്ഷേ എൻ്റെ വീട്ടിലൊന്നും അത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 120 പേര് ക്ലോസ് കസിൻസ് ഉണ്ടാവും. പിന്നെ ഇത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നും അതേപോലെ 10-50 ആൾക്കാരുണ്ടാവും. പിന്നെ തേശാൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ ഒരു 10-60 ആൾക്കാരുണ്ടാവും. സോ മൊത്തത്തിൽ നമ്മുടെ ക്ലോസ് ആൾക്കാരിന് ഒരു 100-300 വീട്ടുകാരനെ ഉണ്ടാവും. സോ പോസിബിൾ അല്ല, പക്ഷേ നല്ലൊരു കാര്യമാണ്. ഭയങ്കര പീസ്ഫുൾ, ഭയങ്കര റിലാക്സ് ചെയ്ത് ഈശ്വരം ഇതിനെല്ലാവരും ചെയ്യാൻ പറ്റും. നമുക്കപ്പോൾ ശില്പേശ്വര വീട്ടിൽ പോവാം. ഹായ്. ഓക്കെ, ഹായ്. ഇതാണ് സുറുമി ചേച്ചി. ഞങ്ങളെ ഇന്ന് റെഡിയാക്കാൻ പോകുന്നു. ഹായ്. ഹായ്. ആരാ അവിടെ കല്യാണ പെണ്ണ് റെഡിയാവാൻ തുടങ്ങി? ഞാൻ മേല് കഴുകി. ഇത്ര വ്യത്യാസം ഉണ്ടല്ലേ? പിന്നെ വേറെ
പറഞ്ഞു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? എന്റേത് കഴിഞ്ഞു കേട്ടോ. ഞാൻ വൈൻഡപ്പ് ഒക്കെ പറഞ്ഞു. വ്ലോഗ് വൈൻഡപ്പ് ചെയ്തോ? ഞാൻ തുടങ്ങിയിട്ടേ ഇല്ല. ഞങ്ങളുടെ എതിർ പാർട്ടിയുടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഈ പാട്ട് നീ കേട്ടോന്ന് പിന്നീട് ആര്യ നിന്റെ വ്ളോഗ് കണ്ടല്ലേ എന്നെ കഷ്ടം കഷ്ടമായി ഞാൻ ആരോടും ഇല്ല. ആര്യ ആക്ച്വലി ഗിവ് അപ്പ് ചെയ്തു. ആർക്ക് ഇപ്പൊ ആരെന്ത് കേട്ടാലും കുഴപ്പമില്ല. ഭ്രാന്തായിരിക്കുകയാണ്. 2 നോർമൽ കോഫി, 1 ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ. നമ്മൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഹായ് ഉഷ കേസി ഉദാര കവച കുണ്ടലൊക്കെ ഇട്ട് ഹായ്. ഞാനേ മേടിച്ചു. ഹലോ പറയണ ആളാരാന്ന് നോക്കട്ടെ, മുഖം വ്യക്തമാകുന്നില്ല. ഒട്ടും ഒന്നും പറയാത്തൊരു മനുഷ്യ സ്ത്രീ. കണ്ടിട്ടും കണ്ടിട്ടും തോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേന്നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൻ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൻ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ മറിവിലാണു നീ. എൻ്റെ ഔട്ട്ഫിറ്റ് ആത്മ ബൈ അമിത ചേച്ചി ചെയ്ത് തന്നാണ്. എൻ്റെ റിസപ്ഷനൊക്കെ, എൻ്റെ വെഡിങ് റിസപ്ഷന് ഗൗൺ ചെയ്ത ചേച്ചിയാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്ത് തന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഗുൽസൂരിന് ഇതൊരു ഒറ്റൊരു ദുപ്പട്ട വെച്ചുണ്ടാക്കിയത് കേട്ടോ. നമ്മുടെ അരുൺ ചേട്ടൻ സ്റ്റിച്ച് ചെയ്ത് തന്നാണ്. അതൊക്കെയാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ്. എന്റെ കൂടെ ഇന്ന് കോഹോസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഇന്നത്തെ മോസ്റ്റ് വാണ്ടഡ് DJ, the most controversial DJ, come choreographer, come anchor, come whatnot. Let's put our hands together for DJ Pablo. What we're going to do right now is എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കൊണ്ടുവന്നു തന്നില്ലേ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അല്ലെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട്. അപ്പോൾ നമ്മൾ ഇടയിൽ ഗുൽസുവിന് ഇതാ ഫീഡ് ചെയ്യാൻ വന്നു. അവിടെ പ്രോഗ്രാംസ് നടക്കണു. നമ്മൾ വീണ്ടും പോകും. ഗുൽസുവിന് പാവം അൺകംഫർട്ടബിൾ ഡ്രസ്സെന്ന്, അത് ആക്ച്വലി സോഫ്റ്റ് ആണ്, പക്ഷെ ആൾക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. കുട്ടികളല്ലേ, നമുക്ക് തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇറിറ്റേഷൻ ആയില്ല. അപ്പോൾ അതൊക്കെ മാറ്റി കൊടുത്തു. ആൾ ഫ്രീ ആയി, സാധാ ഡ്രസ്സ് ഇട്ടു. അപ്പം ഇനി ശില്പിച്ച ഡാൻസ് അവറായി പറഞ്ഞു. സോ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க. And I'm in love with you. പരമായി വന്നൊരു സന്ധ്യയിൽ വേനൽ പുഴയിൽ തെളിനീരിൽ മരഹം ലഗാസായേ കുച്ച് ऐसी ചുപ് വന്ദയോട് കണ്ണേർപാദ നീയല്ലേ എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ സ്വന്തം മമ്മിയുടെ ഫെയറി ടെയിൽ.
ചുമ്മാ മസ്ലിം പേർക്ക് ചേർക്കര അമ്മാവങ്ങൾ പോലെ കളിയാ. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ. പെൺകുട്ടിയാണേ, പേരാര്യ. എന്റെ പോക്ക് ഞാനല്ലേ പേര് കണ്ടത്. അത് ശരിയാണല്ലോ. എന്നാ പിന്നെ നിങ്ങൾ എന്നെ പേരിട്ടോ. ഓളെ ചിന്നു. അവൾക്ക് സുന്ദരിയായ ഒരു മകൾ ജനിച്ചു. ഖുഷി. കേട്ടില്ല. കയ്യില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടുവായ എഗിന്റെ യോക്കും ആൻഡ് മുടിങ്ങക്കോല്. ഒരു മുടിങ്ങക്കോല് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, സോ നമ്മളിനി റെഡി ആവാൻ പോവാണ് ഫോർ കല്യാണം. അപ്പൊ ഇതാണ് ഗുൽസുവിന്റെ ഔട്ട്ഫിറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കോട്ടൺ ഔട്ട്ഫിറ്റ് ആണ്. ഇതാണ് ഞങ്ങളുടെ ഫുട് വെയർ. ഇഷ്ടപ്പെട്ടു. നിങ്ങൾ റെഡി ആയി കഴിഞ്ഞോ? എങ്ങോട്ടാ വരണ്ടേന്ന് ചോദിക്കാം. ലൈറ്റ് എടുത്ത് ഡ്രസ്സൊക്കെ പോയി. കിട്ടണ ഒരു സൗണ്ട് ഉണ്ടാക്കില്ല കേട്ടോ. കിട്ടി കഴിഞ്ഞിട്ട് ആ ശബ്ദം ഉണ്ടാക്കി. ഞാൻ ഇതുവരെ ആക്ച്വലി ഒരു ഷുഗർ കട്ട് എങ്ങനെ പോകണം, ജിമ്മിനെ ടാഗ് ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കുട്ടി കല്യാണ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് വിഷിംഗ് ആര്യ ചേച്ചി ആൻഡ് സിബിൻ ചേട്ടൻ എ വെരി 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 ഹാപ്പി മാരീഡ് ലൈഫ്.